Hi, hello, good evening. Welcome to 90 Plus India's first animated live tuition. Hello, guys. സുഖമാണോ ആർദ്ര കെ ജെ? സുഖാണ്. എവിടെയാണ് ആർദ്രയുടെ വീട്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ ആർദ്ര. ഹായ്. എവിടെയാണ് വീട് കുട്ടന്റെ? അതെവിടെയാ? അത് ഏത് ജില്ലയിലാ? തിരുവനന്തപുരം. ശരി. അപ്പൊ എന്റെ പേര് മനീഷ് എന്നാണ്. ഞാനാണ് കേട്ടോ മാത്സ് എടുക്കുന്നത്. ഇഷ്ടാണോ മാത്സ്? കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാം കേട്ടാ. ശരി ശരി ശരി. മിൻഹാനാസെ ഹോംവർക്ക് ആണോ? അതിന്റെ ആളൊക്കെ വന്ന് അയന ബി എസ് വന്ന് പറഞ്ഞ് ഹോംവർക്കിന്റെ കാര്യമൊക്കെ. നിങ്ങൾ ആരെങ്കിലും വന്നാ? പക്ഷെ അയന ബി എസിന് ഒരു ഭാഗ്യം കേട്ടാ. അയന ബി എസും മിൻഹാനാസും കറക്റ്റ് സമയത്താണ് ഹോംവർക്ക് എന്ന് പറഞ്ഞത്. രണ്ടുപേരും 6:27 പറഞ്ഞ. ഒരു മിനിറ്റ് മുമ്പ് മിൻഹാനാസ് കമന്റ് ഇട്ടിരുന്നെങ്കിൽ അയന ബി എസ് തോറ്റുപോയെന്നെ. മിൻഹാനാസ് കട്ടക്ക് പിടിച്ചിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് കേറിയിട്ട് കറക്റ്റ് സമയത്താ കമന്റ് ചെയ്തത്. മിൻഹാനാസ് അരമോള്. പിന്നെ ഗുഡ് ഈവനിങ് എയ്ലീൻ, ഗുഡ് ഈവനിങ് അയനൈതൻ, ദേവശേഷ്, ബെൻസ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എയിൻ മറിയം ഗുഡ് ഈവനിങ്. അഖിലേഷ്, ജോന, അനയ, എയിൻ, പിന്നെ എയ്ലീൻ ക്രിസ്റ്റി. യു ഹാവ് ടാപ്പിയോക്ക ഫ്രൈ ആൻഡ് ടീ. യു ഹാവോ? എനിക്കോ? എനിക്കില്ലായിരുന്നു. ഞാൻ സാൻഡ്വിച്ചാ കഴിച്ചത്. ഇതെന്താ ചോയിലത്? എന്തൊരു സാധനം? ഐ കട്ട് മൈ ഹെയർ. വെരി നൈസ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ നമ്മള് ഹോംവർക്ക് പറഞ്ഞിട്ട് എല്ലാരും ചെയ്ത ഹോംവർക്ക്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മികാറോസെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ബെൻസിന്റെ കാര്യം മനസ്സിലായി. ബെൻസ് കമന്റ് ചെയ്തു. ടി പി. അതെന്താ ടി പി ആനയാ? ഗുഡ് ഈവനിങ് റഫ റംലത്തെ. ചാപ്റ്റർ ടെസ്റ്റിലെ ചാപ്റ്റർ ടെസ്റ്റ് ഉണ്ടെന്ന്. നമ്മുടെ റെക്ടാംഗിൾ മാത്തിന്റെ ചാപ്റ്റർ ടെസ്റ്റ് ആണ്. ആർദ്ര കേജ് അവിടെ പലതും വിചാരിച്ചു ആ നേരം കൊണ്ട്. എന്തായിരിക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നൊക്കെ അല്ലേ? ഒന്നുമില്ല. റെക്ടാംഗിൾ മാത്ത് എന്നുള്ള ചാപ്റ്ററിന്റെ ചാപ്റ്റർ ടെസ്റ്റ് എന്നുണ്ടാവും. അങ്ങനെ ആർദ്ര പേടിക്കണ്ട. പുതിയ കുട്ടിയല്ലേ, ചാപ്റ്റർ ടെസ്റ്റ് എഴുതാൻ പറ്റില്ല ട്ടാ. പേടിക്കണ്ട. ഇവിടെയുള്ള വേറെ പഴയ കുറെ ആൾക്കാരുണ്ട്. ആർദ്ര കേജ് ഫ്രഷ് ആളല്ലേ. ഇവിടെ കുറെ പഴുത്ത ആൾക്കാരുണ്ട് അല്ലെ. നിങ്ങളൊക്കെ പഴുത്ത അവിടെ ഇരുന്നിട്ട്. നിങ്ങൾ പഴുത്തെങ്കിൽ ഞാൻ ചീഞ്ഞു പോയിണ്ടാവും. ഞാൻ കുറെ കാലമായില്ലേ ഇവിടെ. നിങ്ങളുടെ ഞാൻ പഴയ ആൾക്കാർ എന്ന് പറഞ്ഞെങ്കിൽ ഞാനപ്പോ പഴവഴിന്റെക്കാളും പഴയ ഞാൻ ചീഞ്ഞു പോയി. അപ്പൊ സാർ അമ്പലത്തിൽ പോയോ? അയന കുറി തൊടാൻ അമ്പലത്തിൽ പോകണമെന്നൊന്നുമില്ലല്ലോ. നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടില്ലേ? യെസ്, ഐ ആം ആബ്സെന്റ്. അതെന്റെ വിഷയമാണോ? അതെന്റെ വിഷയമല്ല. സോ നമുക്ക് വേഗം തന്നെ ചാപ്റ്ററിലോട്ട് കടക്കല്ലേ വേദലക്ഷ്മി? വേദലക്ഷ്മിക്ക് ഹോംവർക്ക് ചെയ്യണതിന്റെ ഇടയിൽ ഒരു സംശയം. ഇതൊക്കെ എങ്ങനെയാ സാറേ പഠിപ്പിച്ചേ? എന്നിട്ട് വന്നേക്ക മുതല് എന്റെ അടുത്തേക്ക് ഈ ഷേപ്പിന്റെ പെരിമീറ്റർ, ഏരിയ മലയാള ഭാഷയിൽ ഞാൻ പറഞ്ഞിട്ട് പോയിട്ടുള്ളതാ. അപ്പൊ എന്നിട്ട് വന്നേക്ക. പിന്നെ സംശയം തോന്നുമ്പോഴല്ലേ സാറെ ചോദിക്കുക അല്ലേ? അതെ, സംശയം വരുമ്പോഴാണ് ചോദിക്കുക. ഞാൻ കളിയാക്കും. പക്ഷെ എനിക്ക് കളിയാക്കാലോ അല്ലേ? ഓക്കെ 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 ഓക്കെ. പറഞ്ഞതേ നമ്മുടെ ചാപ്റ്ററുകൾ കഴിയാറായില്ലോ. വേഗം ഞാൻ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ വേഗം ഞാൻ അവിടെ നിന്ന് പോവും. പിന്നെ വേറെ വല്ലവർക്ക് കവർ കൊടുത്തിട്ട് ഞാൻ വിളിക്കും. അപ്പൊ നമ്മൾ എവിടെ വരെ ചെയ്തതാ ചക്കരകളെ? നമ്മൾ ആ ടേബിൾ ആണ് നിർത്തി വെച്ച് പോയത് അല്ലെ. 9-72 ടേബിൾ ചെയ്തു. ബാക്കി 3 ചെയ്യാനുള്ളതിന്. അതാണ് ഞാൻ ഹോംവർക്ക് തന്നത് അല്ല. ഹോംവർക്ക് ഉണ്ടായിരുന്നത് റെക്ടാംഗിൾ മാത്തിന്റെ സാധനമായിരുന്നു അല്ലെ. ഓക്കെ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള നമ്പറുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ കയ്യിലുള്ള നമ്പർ 12ഉം 156. 9-72 നമ്മൾ ചെയ്തതാണ് അല്ലെ. 12ഉം 156 ആണ് നമ്മുടെ കയ്യിലുള്ള നമ്പർ. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 156 is equal to 12 into എത്രയാ മക്കളെ? 156. വെറുതെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാലോ. ഡിവൈഡ് ചെയ്തല്ലാണ്ട് മനസ്സിൽ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടാനൊന്നും പോകുന്നില്ല. ഡിവൈഡ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കട്ടെ കേട്ടാ. 156/12. മൾട്ടിപ്ലിക്കേഷനിൽ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 12 156 നമ്മൾ എഴുതിയാ? ഇല്ല.
ഒരു 12 12 ബാക്കി 3 36 3 × 12 36 36 - 36 0. ഇത് എഴുതിയതാണ്, എന്നാലും ഒന്നും കൂടി ഞാൻ കണക്ഷൻ കിട്ടാൻ വേണ്ടി പറയാണ് കേട്ടാ. 12 × 13 എഴുതിക്കൂടെ? 156 എഴുതി, 12ഉം എഴുതി. ഇനി 12ന്റെ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ് 156? അതാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. 12ന്റെ 13ാമത്തെ മൾട്ടിപ്പിൾ ആണ് 156. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എന്തെഴുതാം നമുക്ക്? 156 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 12 എന്ന് എഴുതിക്കൂടെ? 156 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 12. അതേപോലെ തന്നെ 156 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 13. എഴുതിക്കൂടെ? 12ന്റെയും മൾട്ടിപ്പിൾ ആണ് 156, 13ന്റെ മൾട്ടിപ്പിളും ആണ് 156. ഇനി ഫ്രാക്ഷന്റെ സമയത്തേക്ക് വരുമ്പോ ഞാനിത് എങ്ങനെയാ പഠിപ്പിച്ചു തന്നേക്കണേ നിങ്ങൾക്ക്? ഫ്രാക്ഷന്റെ സംഭവത്തിലേക്ക് വരുമ്പോ 156/12 = 13. ഇങ്ങനെയും എഴുതാം. 156/13 = 12 എന്ന് എഴുതാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു എഴുതുക. അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ 156 എന്ന് പറഞ്ഞാൽ 12 × 13 ആണ്. അപ്പൊ 156/12 എന്ന് പറയുമ്പോ 13 കിട്ടും. 156/13 എന്ന് പറയുമ്പോ 12 കിട്ടും. അപ്പൊ ഇങ്ങനെ എഴുതിയത് തിരിച്ചെഴുതുക. 12 ഈസ് എ ഫാക്ടർ ഓഫ് 156, അല്ലെങ്കിൽ 13. 12 ഏത് എഴുതേണ്ടത്? 12 തന്നെ. 12 ഈസ് എ ഫാക്ടർ ഓഫ് 156 ഇവിടെ എഴുതി. 13 ഈസ് എ ഫാക്ടർ ഓഫ് 156. കിട്ടിയാ? എഴുതിയെടുത്ത എല്ലാവരും എഴുതിയെടുത്ത. എന്നിട്ട് വേണം അടുത്തത് ചെയ്യാൻ. സാറിന് അടുത്തത് ചെയ്യാൻ. ലിവീനെ എവിടേക്കാ പുറപ്പെട്ടു പോക്ക്? ലിവീന എവിടേക്കാ പോക്ക്? ലിവീന എവിടേക്കാ? എന്നെ വെറുതെ ഒരു കോമാളിയാക്കോ നിങ്ങള്? ഒന്ന് കമന്റ് ചെയ്തേ. ലിവീന പോയി. താനോട് വല്ലാണ്ട് ചോദ്യം ചോദിക്കുന്നു വേണ്ട. എനിക്ക് ലെഫ്റ്റ് ചെയ്ത് പോവാ അറിയാന്ന്. ലിവീന ലെഫ്റ്റ് ആയി ഗൈസ്. സാരംഗ എന്താ ചവച്ചോണ്ടിരിക്കണേ? എന്താണ് നീ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര പേരാ സാരംഗിന് ചുറ്റും ക്ലാസ് കാണാൻ? എന്റെ ഇനി ആ പഞ്ചായത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടോ? എല്ലാരും എന്റെ മുമ്പിലുണ്ട്. ഞാനൊരു കില്ലാടി തന്നെ. എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനങ്ങള്. മോഹൻലാൽ കഴിഞ്ഞ പിന്നെ ഞാൻ. എല്ലാവർക്കും എന്നെ മതി. ഇനി ക്യാമറ ഓഫിംഗ് മഹാമഹാണ് അടുത്തത്. മികാറോസ്, മുഹമ്മദ് ഹെമിൻ, ആദം, വിജിത ടീച്ചർ, ദേവസൂര്യ ടീച്ചർ, ടോം ക്രിസ്റ്റി, ശ്രീകുമാർ, ഇവാമരിയ, ഏഞ്ചൽ മരിയ, ജോയൽ ജോസഫ് ആദ്യമായ ജനങ്ങൾ ആ ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേ. നിങ്ങളുടെ എല്ലാവരും മാർക്ക് കിട്ടിയിട്ട് വേണം വിജിത ടീച്ചറിനെ കാണിച്ചു തരാൻ. എല്ലാരും ജയിച്ചിട്ട് വേണം, അല്ലെങ്കിൽ 15 മാർക്കിന് മേലെ കിട്ടിയിട്ട് വേണം എനിക്ക് വിജിത ടീച്ചറിനെ ഒന്ന് കാണിച്ചു തരാൻ. വിജിത ടീച്ചറിനെ കാണാണ്ടല്ലോ വിഷമം. അന്ന ജയ്സൺ എവിടേക്കാണോ യാത്ര? ത്രിസന്ധ്യ നേരത്തെ എവിടേക്കാണ്? ഈ വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് എവിടേക്കാ ഈ യാത്ര അന്ന ജയ്സ? ത്രിസന്ധ്യ നേരത്താണ് ഈ കിടന്ന ട്രാവലിങ്. ഹൈ മാർക്ക് കിട്ടിയവരൊക്കെ കമന്റ് ചെയ്തിട്ടാ നിങ്ങളുടെ മാർക്ക്. എഴുതിയെടുത്താ വേഗാ വെട്ടങ്ങട്. എന്താണ് ഇങ്ങനെ വലിപ്പിക്കെങ്ങനെ? പുതിയത് വന്ന ആർദ്ര കേജൊക്കെ എഴുതി കഴിഞ്ഞു. 97. അതിലെ 97 ആകെ 30-40 മാർക്കിനെ പറ്റല്ലോ ഈ പരീക്ഷ. 97 മാത്സ് തന്നെയല്ലേ നീ എഴുതിയത്? ദേവശേഷി ഇരിക്കുന്ന കില്ലാടി ഇരിക്കുന്ന. ദേവശേഷിന്റെ കാര്യം ഞാനിവിടെ എല്ലാരോടും പറഞ്ഞു കേട്ടോ. ദേവശേഷേ, എനിക്കൊരു ദേവശേഷി ഉണ്ട്. ദേവശേഷിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് നമ്മളല്ല ഞാൻ. എന്നാലും നീ ഫുൾ മാർക്ക് അടിച്ചെടുത്തില്ലടാ കൊച്ചു കള്ളൻ. ചക്കരയാണ് അവൻ. സാർ ഷോ വിജിത മിസ്. എല്ലാരും മാർക്ക് കാണട്ടെ എന്നിട്ട് വേണം. ബെൻസേ, സിംഗപ്പൂരിന്ന് കേരളത്തിലേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട്? കേരളം കൺട്രി അല്ലേ? എനിക്ക് സിംഗപ്പൂരിൽ തന്നെ ജീവിച്ചാൽ മതിയായിരുന്നു. ഈ കൺട്രി നാട്ടിലോട്ട് അല്ലെ നിബ്രാസേ? നിബ്രാസ് ഇങ്ങനെ ആലോചിക്കാണ് ഏതാ എഴുതിയെടുക്കണ്ടേ, എന്താ ചെയ്യണ്ടേ. ഈ സാറാണെങ്കിൽ ഒന്നും പറയണില്ലല്ലേ. എഴുതി കഴിഞ്ഞ നിബ്രാസേ? വേഗം ആവട്ടെ അങ്ങട്. കൃഷ്ണയത്തിന് ഫുൾ മാർക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. എഴുതി കഴിഞ്ഞില്ലേ? ആയതാം നിങ്ങൾ എന്ത് ചെയ്യാം 50 എന്നൊക്കെ പറയണേ?
30 മാർക്കിലല്ലേ പരീക്ഷ? ഇതല്ലേ സംസ്കൃതിയുടെ കസാര കാണാൻ നല്ല ഭംഗിയുണ്ട്, കർട്ടണും നന്നായിണ്ട്, ജനലിയും നന്നായിണ്ട്. ഇനി എന്നാ അവിടെ ഇരുന്നേ. ആളെ കാണാണ്ട് ക്ലാസ് കസാരക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റില്ലല്ലോ, കസാര പോയി പരീക്ഷ എഴുതില്ലല്ലോ. ജോന പോരാ, ഒന്നും കൂടി വേണം. കഴിഞ്ഞില്ലേ? ഇനി അടുത്തത് ചെയ്യാം നമുക്ക്. അടുത്തത് ചെയ്യട്ടെ. ഇതേ ബോക്സിൽ തന്നെയാട്ടാ ഞാൻ മാറ്റാൻ പോവാണ്. ഇതേ ബോക്സിൽ തന്നെയാണ്. അപ്പൊ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ലിബ്രാസേ വെരി ഗുഡ്. പക്ഷെ അത്ര വെരി ഗുഡ് ആയിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട് കേട്ടാ. ഞാനിപ്പൊ കയറിയതേ ഉള്ളു, അതെന്റെ കുഴപ്പമാണോ ജെറിലെ? അടുത്ത നമ്പർ ഏതൊക്കെയാ? 13ഉം 169. 13ഉം 169. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, 169 എന്ന് പറഞ്ഞു കഴിഞ്ഞാ 13ന്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്തതാ? 169. 13ന്റെ കൂടെ 13 ഇൻറ്റു ചെയ്താലാണ് നിങ്ങൾക്ക് എത്ര കിട്ടുക? 169 കിട്ടുക. ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 169/13 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയാണ് കിട്ടുക. ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് അപ്പൊ എന്ത് എഴുതാം? 13 ഈസ് എ മൾട്ടിപ്ലി 169 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 13. എഴുതിക്കൂടെ? 169 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 13. ഇനി താഴെ ഞാൻ അത് തന്നെ എഴുതി വെക്കണം. നമ്മൾ ഈ നമ്പറും അല്ലേ എഴുതി വെക്കാറ്? അങ്ങനെയല്ലേ നേരത്തെ എഴുതി വെച്ചേ? 13 മൾട്ടിപ്പിൾ ആണ്, 12 മൾട്ടിപ്പിൾ ആണ്. ഇവിടെ 2ഉം 13 അല്ലേ. അപ്പൊ ഇനി ഞാൻ രണ്ടാമത് അത് എഴുതണമെന്ന് നിർബന്ധമില്ല, എഴുതേണ്ട ആവശ്യമുണ്ടാ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് എഴുതാം? 169 ഡിവൈഡഡ് ബൈ 13 ഈസ് ഈക്വൽ ടു 13. ഇത്രയും മതി. അപ്പൊ നമുക്ക് എന്താ എഴുതാം? 13 ഈസ് എ ഫാക്ടർ ഓഫ് 169. കഴിഞ്ഞു, എഴുതിയെടുത്തോ, പരിപാടി അവസാനിച്ചു. കാരണം നമ്മൾ ഇതിൽ എന്താ രണ്ടെണ്ണം ചെയ്യാഞ്ഞേ? 2 നമ്പർ സെയിം അല്ലേ. ഇനിയിപ്പോ ഞാൻ ഇതിന് താഴേക്ക് പിന്നെ എടുത്ത് എഴുതണേ. അതുകൊണ്ടാണ് 2 വട്ടം ചെയ്യാഞ്ഞത് കേട്ടാ, 1 വട്ടം ചെയ്തത്. ഇത്രയും ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അയാൻ മുഹമ്മദ്, ഹലോ അയാൻ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തെന്ന് വർത്താനം പറയട്ടെ ഞാൻ എന്റെ കുട്ടിയുടെ അടുത്ത്. അയാനെ അൺമ്യൂട്ട് ചെയ്യടാ ചക്കരെ. അയാൻ ഹായ് അയാൻ. അയാനക്ക് കാണാനില്ലേ? അയാന്റെ വീട്ടിലെ ക്ലോക്കും ഫാനും റൂഫും ഒക്കെയാണ് കാണാനുള്ളത്. ഇപ്പൊ കണ്ടു. എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെയാണ് വീട്? വീട് എവിടെയാ? എവിടെയാ? കോഴിക്കോട്. കഞ്ചിക്കോടാണോ? കോട്ടക്കല്. നമ്മുടെ ആര്യ വൈദ്യശാലയൊക്കെ ഉള്ളടത്ത് അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? എന്നിട്ട് സുഖല്ലേ? എന്റെ പേര് മനീഷ് എന്നാണ്, ഞാനാണ് മാത്സ് എടുക്കുന്നത്. സാറിന്റെ വീട് തൃശ്ശൂര്. എന്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട് ഈ കോട്ടക്കൽ, എന്താണ് ചങ്കുവെട്ടി എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥലം ഉണ്ട് അവിടെ. ആ ഭാഗത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ എന്റെ പേര് മനീഷ് എന്നാണ്, ഞാനാണ് കേട്ടാ മാത്സ് എടുക്കുന്നേ. കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ എടുത്തോണ്ട്? സാറ് വേണ്ടായിരുന്നു, വേറൊരു നല്ല ഭംഗിയുള്ള ഒരു സാറ് കിട്ടി, ഇനി വന്നെങ്കി അല്ലേ? അങ്ങനെയുണ്ടോ? ആന്നാ? അങ്ങനെ പറഞ്ഞുകൂടാ. ശരി ശരി. അപ്പൊ നമ്മൾ 11ാമത്തെ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കണേ. 11ാമത്തെ ചാപ്റ്ററിന്റെ 2ാമത്തെ ഭാഗമാണ് നമ്മൾ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ കൂട്ടാ. ഓക്കേടാ. നഥാനിയൽ, ഇതാരാണ് ഈ നഥാനിയൽ? ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇതാരാണിത്? ഈ സുന്ദരക്കുട്ടപ്പൻ? ഞാനാ ഈ സുന്ദരക്കുട്ടപ്പൻ? ഞാനാണോ? ഞാന്റെ പേരെന്താ? നഥാനിയൽ പുതിയ കുട്ടിയാണോ? അതെ. അപ്പൊ എന്താ മിണ്ടാതിരുന്ന് ഇത്ര നേരം? പുതിയ പിള്ളേരെ ഞാൻ വിളിക്കുന്ന നേരത്ത്. അപ്പൊ നഥാനിയലിന്റെ വീട് എവിടെയാണ്? ചങ്ങനാശ്ശേരി. കോട്ടയം അച്ചായനാണ് നഥാനിയൽ. നല്ല പേരാണല്ലോ, നല്ലൊരു വെറൈറ്റി പേരാണല്ലോ നഥാനിയൽ. ധാരാ ഈ പേരിട്ട ആള്? അച്ഛൻ. അപ്പൊ എന്റെ പേര് മനീഷ് എന്നാണ്, ഞാനാണ് കേട്ടോ മാത്സ് എടുക്കുന്നത്. മോന്റെ ഫസ്റ്റത്തെ ക്ലാസ് ആണോ? അതായത് 90+ത്തെ ഫസ്റ്റത്തെ ക്ലാസ് ആണോ? ഞാനിങ്ങനെ പറയാൻ വായ ഇങ്ങനെ തുറന്നു വന്നതായിരുന്നു, അല്ലാതെ. അപ്പോ
ആണല്ലേ? ശരി ശരി ശരി. അപ്പൊ ഞാനാണ് മാത്സ് മാഷ് കേട്ടാ. ഞാൻ വളരെ നല്ല ഒരാളാണ്. എന്തൊരു വിശ്വാസം ഇല്ലാത്ത നിനക്ക്? ആണോ? എന്താ ഡെമോ ക്ലാസ് എന്റെയാണോ കണ്ടത്? ആ ഞാനൊരു കില്ലാടി തന്നെ. നദാനിയലെ നന്നായി ശ്രദ്ധിച്ചിരിക്കണട്ടാ. നദാനിയൽ വന്ന ദിവസം എന്തായാലും കൊള്ളാം. ഇന്നൊരു ചാപ്റ്റർ ടെസ്റ്റ് ഉണ്ട്. എടാ ചോക്കിനെ നീ അങ്ങോട്ട് വധിക്കല്ലടാ. നീ അതിനെ പേസ്റ്റിന്ന് പശ എടുക്കണ പോലെയാണ് ചോക്കി ഇങ്ങനെ വെച്ച് വലിക്കണം അവൻ. സ്ഫടികം മാഷ് ഞാനാ? ആണോ? ഞാനാ? കഴിഞ്ഞ കൊല്ലത്തെ ബെസ്റ്റ് പൂക്കി മാഷിനുള്ള അവാർഡ് കിട്ടിയ എന്റെ അടുത്ത് തന്നെ നിങ്ങൾ പറയണം ഞാൻ സ്ട്രിക്റ്റ് ആണെന്നല്ലടാ. വൈഗ ഹാസ് ഫീവർ ദാറ്റ്സ് ഹെർ ക്യാമറ ഈസ് ഓഫ്. വൈഗനെ തന്നെ വൈഗ എന്നാണ് വിളിക്കാറ്. വൈഗ തന്നെ പറയാണ് വൈഗയുടെ ക്യാമറ ഓഫ് ആണ്. ശരി ശരി. അടുത്ത നമ്പർ ഏതൊക്കെയാണ് ചക്കരെ? 25 375. 25 എന്താണ് ഈ 25 വരാത്തത്? 375. അപ്പൊ ഞാൻ എങ്ങനെയാ തുടങ്ങണ്ടേ? 375 ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ വേഗം. 375 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്. വേഗം കിട്ടും. പരിപാടി സെറ്റാണ്. അയാനെ ക്യാമറ ഓൺ ചെയ്തേ. ഒരു വട്ടം 25 ഇപ്പൊ 12 കിട്ടി. 5 നമ്മള് ഇറക്കിയിട്ടു. 125 എത്ര വട്ടം പോവും? 5 വട്ടം പോവും. 125 0. 15 കിട്ടി. 15 എന്ന് പറയാൻ വന്ന ഞാൻ. 15 കിട്ടിന്ന്. 15 കിട്ടി. 15 എത്ര കിട്ടി? 15 കിട്ടി. ഇപ്പൊ ഇതിന്ന് നമുക്ക് എന്തെഴുതാം? 375 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഏതിന്റെ? 25. വേറെന്തെഴുതാം? 375 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 15. 25ന്റെയും മൾട്ടിപ്പിൾ ആണ്, 15ന്റെയും മൾട്ടിപ്പിൾ ആണ്. ഇനിയോ 375 ഡിവൈഡഡ് ബൈ 25 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. 375 ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 25 കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്താ അർത്ഥം? 25 ഈസ് എ ഫാക്ടർ ഓഫ് 375. 15 ഈസ് എ ഫാക്ടർ ഓഫ് 375. സിമ്പിൾ അല്ലേ? ഒരെണ്ണം ചെയ്താൽ അത് നോക്കി എഴുതാൻ പറ്റാവുന്നതേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ക്ലിയർ? ക്ലിയർ അല്ലേ? ജോബേ എന്താണ് ഒരു ജോബ് ഇല്ലാണ്ടിരിക്കണേ? എഴുതി എടുത്തത്? സൽമേ എഴുതി കഴിഞ്ഞു. ഫിനിഷ്. ഞാനും നീയും രാവും അമ്പിളിയും. വേഗം ചെയ്തിട്ടാ. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടും. നദാനിയിലെ ആർദ്രയൊക്കെ പേടിക്കണ്ടാട്ടാ. എനിക്ക് ഇങ്ങനെയൊക്കെ ചില ചിത്തഭ്രമൊക്കെ ഉണ്ട്. മാനസിക രോഗിയാണ് ഞാൻ. ഇവർക്കറിയാത്. ടിനേസ് സാറുണ്ടോ? ടിനേസ് സാർ ഇല്ല. ടിനേസ് സാറ് ഇല്ല. ആരെയും എഴുതാണ്ടിരിക്കുന്ന ആള്? ഏൻമരിയം, അക്ഷയ് ഹരീഷ്. എന്താണ് ഇത്? എഴുതി കഴിഞ്ഞിട്ടാണ് വെറുതിരിക്കുന്നത്. അൻവിക ആൻഡ് അൻഷിക. ഇതാരത്? ഇത് ഞാൻ കാണാത്ത രണ്ടാൾക്കാരാണല്ലോ. അൻവികയെ അൻഷികയെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്യന്നെ. അൻവിക ആൻഡ് അൻഷിക ഒന്ന് അൺമ്യൂട്ട് ചെയ്യേ. ഒന്ന് വർത്താനം പറയാനാണെന്ന്. എന്താണ് ഒരു സ്നേഹമില്ലാത്തത്? ആ എന്നെ ആദ്യമായിട്ടാണോ കാണണേ? അല്ലേ അല്ലേ നമ്മള് സംസാരിച്ചിട്ടുണ്ടാ? അയ്യോ എനിക്ക് വയ്യാത്ത കുട്ടിയാട്ടോ ഞാൻ മറന്നു പോവും. അപ്പൊ നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണട്ടാ. പാടില്ലാത്ത ഒരു ക്രാവാണ് ഞാൻ. എഴുതി കഴിഞ്ഞാ ആയിക്കോട്ടെ. എന്ത് പറ്റി? മറ്റേ ആ ഹെയർ ബാൻഡ് ഊരി വെച്ചല്ലോ, ഞാൻ വിളിച്ചോണ്ടാണോ? ഞാൻ ചീത്തയൊന്നും പറയില്ല. നിങ്ങൾ ഹെയർ ബാൻഡ് ഇട്ടട്ടാ. എന്ത് വേണമെങ്കിലും ഇട്ടിട്ട്. ശരി 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 ശരി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫാക്ടർ ഡിവിഷന്റെ ഭാഗമായിട്ടും എഴുതുക, മൾട്ടിപ്ലിക്കേഷന്റെ ഭാഗമായിട്ടും എഴുതുക. സാർ ബൂസ്റ്റാ നീ ബൂസ്റ്റാണോ കുടിക്കണേന്നാണോ പറഞ്ഞു വന്നത്? ഞാൻ
ഞാൻ ബൂസ്റ്റ് അല്ല കുടിച്ചത്. ഓക്കെ, ക്ലിയർ, സെറ്റ് അല്ലേ? യെസ്. ലെറ്റ്സ് കാൽക്കുലേറ്റ് 12 × 15. ഇത് നമ്മൾ ചെയ്തതല്ലേ? 12 × 15 നമ്മൾ വേറൊരു രീതിയിൽ ചെയ്തത് ഓർമ്മയുണ്ടാ? 12 നമ്മൾ എന്താക്കി മാറ്റി? 12 നമ്മൾ എന്താക്കി മാറ്റി? 15 അതേപോലെ തന്നെ എടുത്തു. 12 നമ്മള് 2 × 2 × 3 ആക്കി എടുത്തു. ഓർമ്മയുണ്ടാ? അതെങ്ങനെയാ അങ്ങനെ ചെയ്യാൻ പറ്റുക നമുക്ക്? 12 എങ്ങനെ നമുക്ക് 2 × 2 × 3 ആക്കാൻ പറ്റുക? ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ അതിന്. 2 × 2 എത്രയാ? 4. 4 × 3 എത്രയാ? 12. അത് കിട്ടിയില്ലേ? ഇതെങ്ങനെ ഈ 2 × 2 × 3 എനിക്ക് ഈസിലി എഴുതാൻ പറ്റിയത്? ഇതിനൊരു മെത്തേഡ് ഉണ്ട്. എന്താ പരിപാടി എന്നറിയോ? 12 ഇങ്ങനെ എഴുതാട്ടാ. 12നെയാണ് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ആക്കേണ്ടത്. അപ്പൊ നമ്മൾ 12 അങ്ങനെ എഴുതി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടു. ഓക്കെ, ഇങ്ങനെ ഇട്ടു. ഒന്ന് ചെയ്യേ, നിങ്ങൾ ചെയ്യേ. 12 നമ്മൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കാനാണ് പോണത്. 12 എഴുതി ഇങ്ങനെ ഇട്ടു. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഏറ്റവും ചെറിയ സംഖ്യ ആയിട്ടുള്ള 1, 0ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ പഠിച്ചിട്ടില്ല. 1ന്റെ പഠിച്ചിട്ടുണ്ടാ? 1 × 1 1, 2 × 1. പക്ഷെ 1 അല്ലേ എല്ലാത്തിന്റെയും 1 2 3 4 തന്നെയല്ലേ വരുള്ളത്? അതവിടെ നിൽക്കട്ടെ. 2 എടുക്കാം നമുക്ക്. 2 തൊട്ട് ഏറ്റവും കുഞ്ഞ നമ്പർ ആയിട്ടുള്ള 2 തൊട്ട് എടുക്കാം. 12/2 എത്രയാ മക്കളെ? 12/2. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാ കിട്ടുക? വേഗം പറഞ്ഞേ. 6 കിട്ടി. വെരി ഗുഡ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഒന്നും കൂടിയും ഈ സാധനം വരയ്ക്കാം. ചെയ്യേ സാരംഗേ. 12 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 6 കിട്ടി. 6നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ എത്ര കിട്ടും? 3 കിട്ടും. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. 2ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ 3 വരുന്നില്ലല്ലോ. ഇല്ല. 3ന്റെ മൾട്ടിപ്ലിക്കേഷനിലല്ല. അത് പിന്നെ പ്രത്യേകം എഴുതിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ 3 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ 1 കിട്ടുള്ളൂ. 3 × 1 കിട്ടുള്ളൂ. അപ്പൊ അതിൽ കാര്യമില്ല. ഇപ്പൊ ആയില്ലേ? 2 2 3. ഈ ആൾക്കാരനെ അങ്ങോട്ട് എടുക്കുക. അതല്ലേ ഞാനിവിടെ എഴുതിയത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഞാനൊരു കില്ലാടി തന്നെ അല്ലേ? ക്ലിയർ ആയില്ലേ? ഇതിപ്പോ എങ്ങനെയാ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായില്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? നോക്കിയേ, ഇനി നമുക്ക് ഈ കണക്ക് ഈസി ആയിട്ട് ചെയ്യാം. ആദ്യം 15 × 2. 15 × 2 എത്രയാ? 15 2 വട്ടമായി കഴിഞ്ഞാ 30 ആവും. എന്നിട്ട് ബാക്കിയുള്ളത് അതുപോലെ തന്നെ എഴുതുക. ഇനി 30 × 2 എത്രയത്? 60 ആയി. ബാക്കിയുള്ളത് അതുപോലെ തന്നെ എഴുതുക. 60 × 3 എത്രയാ? 180. അടഗുമ്മാലേ. എടാ അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. അതൊരു തെറിയാണ്. തമിഴിലെ തെറിയാണ്. ഈ തമിഴ്നാട്ടിലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിരിച്ചിരിക്കുന്ന പല്ല അങ്ങോട്ട് ഉണ്ടാവില്ല. അതവര് പൊഴിച്ചു വെച്ച് തന്നോളൂ കേട്ടാ. സൂപ്പർ എക്സൈറ്റഡ്. അത് എനിക്ക് അടുത്തതിൽ കാണണം കേട്ടാ. അടുത്തത് തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിപ്പോ എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ലേ? ചെറിയ ചെറിയ നമ്പർ എടുത്ത് ഡിവൈഡ് ചെയ്യുക. എവിടം വരെ പോവോ അവിടം വരെ പോട്ടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്തുക. ഓക്കെ, 2 2 3 നിന്നു. അടുത്തത് നോക്കിയേ. 16 × 18. 16 × 18. ഇവിടെ നിങ്ങൾ എടുക്കേണ്ടത് 18നെയാണ്. ഏതിനെയാണ്? 18നെയാണ്. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? 18നെ നമ്മൾ എങ്ങനെ മാറ്റും? 2. 18/2 എത്രയാടാ? 9 ആണ്. 9 ഏതിന്റെങ്കിലും മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നുണ്ടാ? യെസ്, ഐ ഡ്രിങ്ക്. കോഫി അല്ല, ചായയാണ് കുടിച്ചത്. 9 ഏതിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നേ? 3ന്റെ മൾട്ടിപ്ലിക്കേഷനിലാണ് വരുന്നത്. എത്ര വട്ടം വരുന്നുണ്ട് 3ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ? 3 വട്ടം വരുന്നുണ്ട്. ഇല്ലേ? ഇനി നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? ഇനി ചെറുതാക്കണ്ട. 3 വരെ എത്തിക്കഴിഞ്ഞാൽ നിർത്തിക്കോ. കാരണം 3ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ അതിന്റെ വേറെ ഒന്നും വരാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 16നെ എന്താക്കി? 18നെ ഇപ്പൊ എന്താക്കി? 2 × 3 × 3 എന്നാക്കിയില്ലേ? ഇനി നിങ്ങൾക്ക് 16 ചെയ്യുന്നതാണോ സൗകര്യം? 16നെ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാം. 16നെ എന്ത് ചെയ്യാം? 2. അപ്പൊ എത്ര കിട്ടി? 8 കിട്ടി. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു.
4 കിട്ടി. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 2 കിട്ടി. അപ്പൊ ഇതാ സൗകര്യം കേട്ടാ. ഇതാവുമ്പോൾ എളുപ്പം അല്ലേ? ഒരേപോലത്തെ സാധനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വരുന്നതല്ലേ എളുപ്പം. അപ്പൊ ഇതാണ് എളുപ്പം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് വെട്ടിയിട്ട് 16ന് ഇപ്പൊ എന്താക്കി, 18 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആക്കി. ഓക്കെ, കിട്ടിയാ 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 അയനക്ക് കിട്ടിയാ? കിട്ടി. നിഹാലിന് കിട്ടിയാ? 16നെ നമ്മൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്തിട്ടാണ് ഇങ്ങനെ 2 2 2 2 ആക്കിയതെന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നിഹാൽ ഉണ്ടായിരുന്നാ? ലിങ്ക് മേടിച്ച് കണ്ടാ? ആ പരിപാടി നമ്മൾ ചെയ്യാറില്ല. അപ്പൊ പിന്നെ മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല. ഓക്കെ, ഇനി സുഖായില്ലേ? 18 ഇൻറ്റു 2 എത്രയാ? 36. പിന്നെ ബാക്കിയുള്ളത് അതുപോലെ തന്നെ എഴുതി വെച്ചു. ഇനിയിപ്പോ സുഖമായിട്ട് ചെയ്യാം. 36 ഇൻറ്റു 2 എത്രയാ? 72. ബാക്കിയുള്ളത് അതുപോലെ തന്നെ എഴുതി വെച്ചു. 72 ഇൻറ്റു 2 എത്രയാ? 144 ഇൻറ്റു 2 എത്രയാണ്? 258. ആൻസർ എത്രയാണ്? 258. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞുതരണ ഫാക്ടർ ചെയ്തത് എങ്ങനെയാന്ന് പറഞ്ഞുതരണ. 16ന് എടുക്കുക. ഞാൻ എന്താ പറഞ്ഞ, ചെറിയ നമ്പറിന് 2 തുടങ്ങുക. 2 കിട്ടിയില്ലെങ്കിൽ 3 എടുത്താൽ മതി. ഇപ്പൊ 16 എന്തായാലും 2ൽ പോവില്ലോ, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. 2ൽ പോയില്ലെങ്കിൽ നമ്മൾ അതിന്റെ തൊട്ട് മുകളിലുള്ള 3 എടുക്കണം കേട്ടാ. ഓക്കെ, അല്ലെങ്കിൽ 3ൽ പോയില്ലെങ്കിൽ 4 എടുക്കണം, 4ൽ പോയില്ലെങ്കിൽ 5 എടുക്കണം. ഓക്കെ, 5ൽ പോയില്ലെങ്കിൽ 6 എടുക്കണം. അപ്പൊ 16ൽ എന്തായാലും 2 പോവും, അതുകൊണ്ട് 2 നമുക്ക് തുടങ്ങാം. 288. സോറി, 288. അപ്പൊ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇങ്ങനെ ഫാക്ടർ ചെയ്ത് നമുക്ക് 16നെ എന്താക്കി മാറ്റി നമ്മള്? 16നെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആക്കി മാറ്റി. എന്നിട്ട് നമ്മളിത് ഇരട്ടിപ്പിച്ച് കൊണ്ടുവന്നു. സൗകര്യയില്ലേ? 16 ഇൻറ്റു 18 എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവം പോണ പോലെയാണ്. ഇതിപ്പോ അത്ര പാടില്ല. ഓക്കെ, ക്ലിയർ, സെറ്റ് അല്ലേ? മനസ്സിലായില്ലേ? യെസ്. മേലെ 3 നമ്പറേ വന്നുള്ളൂ, നാളെ 4 നമ്പർ വന്നു. പക്ഷെ 4 നമ്പർ വന്നാലും ഒരേ നമ്പർ അല്ലേ വന്നേ? അപ്പൊ നിങ്ങൾക്ക് എടുക്കാൻ സൗകര്യം 2 അല്ലേ? ഒരു 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണോ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണോ സുഖം? 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ 2 ഉള്ളത് മാത്രം എടുത്തത് കേട്ടാ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. 12 ഇൻറ്റു 25 തന്നിട്ടുണ്ട്. 12 ഇൻറ്റു 25 ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതിൽ എടുക്കാൻ സുഖം ഏതാ? 12നെ എടുക്കാനാണ് സുഖം. 12നെ നമുക്ക് എന്താക്കി മാറ്റാം? 12 ഡിവൈഡ് ബൈ 2 അല്ലേ? എത്ര കിട്ടി? 6. 6 ഡിവൈഡ് ബൈ 2 3. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 25 ഇവിടെ ഓൾറെഡി ഉണ്ട്. 12നെ നമ്മൾ കുഞ്ഞിതാക്കി 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്നാക്കി. ആക്കിയില്ലേ? എന്റെ കൂടെ ചെയ്യേ. എന്നിട്ടോ 25 ഇൻറ്റു 2 എത്ര കിട്ടിയേ? 50. 50 ഇൻറ്റു 2 എത്ര കിട്ടിയത്? 100. 100 ഇൻറ്റു 3 എത്ര കിട്ടിയേ? 300. വെരി സിമ്പിൾ അല്ലേ ആൻസർ? വെരി സിമ്പിൾ അല്ലേ? എല്ലാരും ചെയ്തേ. ഇനി ബ്രാസ് ചെയ്യണ്ട. നോട്ട് ചെയ്തെടുക്കണ. 12നെയാണ് ഞാനിവിടെ കുഞ്ഞേതാക്കിയത് കേട്ടാ. 25ന് ചെറുതാക്കുകയാണെങ്കിൽ നോക്കിയേ, 25 ആകെ ഇതിലുള്ളോ? 5ൻ്റെയിലുള്ളോ? വല്ലതും ഉണ്ടാ? വല്ല കാര്യമുണ്ട്? ഈ 5 5 എന്നല്ലേ കിട്ടുള്ളോ? അതുകൊണ്ട് നമുക്ക് എടുക്കാൻ സൗകര്യം ഏതാ? 2 2 3 ആണ് എടുക്കാൻ സൗകര്യം. അതുകൊണ്ടാണ് കേട്ടോ അത് എടുത്തത്. നിങ്ങൾക്ക് തോന്നും ഇത് എങ്ങനെ 25ലും 12ലും സാർ എങ്ങനെ 12 എടുത്തേ? 12 എടുത്തത് എന്താ? ചെയ്ത് വരുമ്പോ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യാൻ സുഖം ഈ 2 2 3 ഒക്കെ അല്ലേ? അതുകൊണ്ടാണ് കേട്ടോ അത് എടുത്തത്. ഓക്കെ, യെസ്. ചെയ്തോ? ചെയ്ത് കഴിഞ്ഞാ? ഇത്ര വേഗം എഴുതി കഴിഞ്ഞാ? എന്റെ അമ്മേ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയില്ലോ. അടുത്തത് നോക്കിയേ, 35 ഇൻറ്റു 18. ഇതിലേതാ? 18 എടുക്കാനാണ് സുഖം. 35ന് നമുക്ക് എന്താണ്? 35 5ൻ്റെയിൽ വരിക 7 വട്ടാ കഴിഞ്ഞു. 5 7 ഒക്കെ വന്നേക്കണേ, അത് വേണ്ട. അതിലും നല്ലത് 18 ആണ്. 18ലാകുമ്പോ എന്ത് വരുന്നുണ്ട്? 18 2ല് 9 വട്ടം, 9 3ല് 3 വട്ടം, 2 3 3. അപ്പൊ 35 ഇപ്പൊ എന്തായി മാറി?
2 × 3 × 3 മാറി. 18 നമ്മൾ 2 × 3 × 3 എന്നാക്കി. ഓക്കെ, ഇനി ചെയ്തൂടെ? ആ മാം, ആ ഓക്കെ കേട്ടോ, ലിങ്ക് മേടിച്ച് കണ്ടോളൂ കേട്ടോ. ശരി ശരി കേട്ടോ, ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. 35 × 2 എത്രയാണ്? 70 പിന്നെ ബാക്കിയുള്ളത് 3 3 ഇറക്കിയിട്ടു. 7 3 എത്രയാ? 3 7 21 0 അതുപോലെ ഇട്ടു. പിന്നെ × 3 ഒരു 3 3 ഈ 3 6 0 ഇറക്കിയിട്ടു. 630. വെരി സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ അല്ലേ? ഓക്കെ, ഇപ്പൊ ഫാക്ടറൈസ് ചെയ്തിട്ട് എളുപ്പമുള്ളത് ഏതാണെന്ന് നോക്കുക, അത് ചെയ്യാ കേട്ടാ. സാരംഗേ സാരംഗേ ആ ഇത് ആ ആ അല്ല, ക്വസ്റ്റ്യനിൽ ഇത് 18 എന്നല്ലേ? മുപ്പത്തഞ്ച് × 18 നമുക്ക് ചെയ്യേണ്ടത്. അപ്പോ 35 × 18 നമ്മൾ ഇത് 18 എടുത്ത് ഫാക്ടറൈസ് ചെയ്തു. 18 നമ്മൾ 2 × 3 × 3 എന്നാക്കിയത്. എവിടെടാ? 35 × 18 അല്ലേ ചെയ്യണ്ടേ? ഈ 18 2 × 3 × 3 ആക്കിയത്. 35 അതുപോലെ തന്നെ വേണ്ടേ? ഒരാളിനെ കൊണ്ട് ഇൻഡു ചെയ്യും. ആഞ്ജനേയ സ്വാമി ശരണമയ്യപ്പോ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 125 × 8. 125 × 8. അപ്പൊ നമ്മള് 125 എടുത്തു കഴിഞ്ഞാണ്ടല്ലോ പണി കൊറേ ഉണ്ട്. 8 എടുത്ത് നോക്കിയേ. 2 4 വട്ടം 4 2 2 വട്ടം. വെരി സിമ്പിൾ. 3 2 അല്ലേ ഉള്ളൂ. അതങ്ങ് എടുത്തിട്ടൂടെ? അപ്പൊ 125 × 8 നമ്മളിപ്പോ എന്താക്കി? 2 × 2 × 2 ആക്കി. ഓക്കെ, 125 × 2 × 2 × 2 ആക്കി. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. 125 × 2 എത്രയാ? 250. പിന്നെ ബാക്കിയുള്ളത് അതുപോലെ തന്നെ ഇറക്കിയിട്ടു. 250 × 2 എത്രയാ? 500. ബാക്കിയുള്ള 2 ഇറക്കിയിട്ടു. 500 × 2 എത്രയാ? 1000. പരിപാടി അവസാനിച്ചു. വേൾഡ് സ്മൈൽ ഡേ ആണെന്ന്. ചിരിച്ചോളൂ അപ്പൊ എല്ലാവരും കേട്ടാ. നിങ്ങളെ നോക്കി വെറുക്കുന്ന ദേഷ്യപ്പെടുന്ന എല്ലാവരുടെ മുമ്പിൽ നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കണം. നല്ല സുഖല്ലേ? വെറുക്കണവരുടെ മുമ്പിലൊക്കെ നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുക അല്ലേ? വെറുക്കണവരുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ടിരിക്കണം ഞാൻ വാശി പിടിക്കില്ല കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. നൂറ്റി 125 ഫാക്ടറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 എത്ര വട്ടം പോവും? 125 25 വട്ടം. 25 5 എത്ര വട്ടം പോവും? 5 വട്ടം. അപ്പൊ 5 5 5 ആവും. 5 5 5 നല്ലത് 2 2 2 അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ആ 2 എടുത്തത് കേട്ടാ, 8 എടുത്തത്. ഓക്കെ, കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. ജോവാനെ, നല്ല കാര്യം. കഴിഞ്ഞ ജെർലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 125 × 24. 125 നമ്മൾ 5 5 5 എന്ന് പറഞ്ഞു. ഇനി നമുക്ക് 24 ഒന്ന് നോക്കി നോക്കാം. എന്താ സയോണ? ഉണ്ട്.
കാപ്സ്യൂൾ നോട്ടിലുണ്ട് ഉണ്ട് കേട്ടാ. ഇനി 24 നിന്ന് ഡിവൈഡ് ചെയ്തേ, 24 നിന്ന് ഫാക്ടറൈസ് ചെയ്തേ. ആദ്യം നമുക്ക് 2 തുടങ്ങാം. 12 × 2 24. 12/2 എത്ര? ഞാൻ ഇത് വേഗം ചെയ്യുന്നത് ഡിവിഷൻ ആയതുകൊണ്ടാട്ടാ. ഓക്കെ, 12/2 എത്രയാണ്? 6 ആണ്. 6/2 എത്രയാണ്? 3 ആണ്. ഓക്കെ, 3 ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 125 ഇൻറ്റു ഈ സാധനങ്ങൾ 2 × 2 × 2 × 3 ചെയ്തോ. 125 × 2 എത്രയാടാ? 250. ബാക്കി എന്തൊക്കെയുണ്ട്? 2 × 2 × 3. ഇനി 250 × 2 എത്രയാണ്? 500 × 2 × 3. 500 × 2 1000 × 3. 1000 × 3 എത്രയാ? 3000. എന്താണ് ഇവാനയുടെ പ്രശ്നം? എന്താ? 3000. ഓക്കെ, കിട്ടിയാ? 5 5 5-നേക്കാളും നല്ലതല്ലേ 2 2 2 3? അതുകൊണ്ടാണ് കേട്ടോ അത് എടുത്തത്. ഈസി ചാപ്റ്റർ ആണ് ഇത് അല്ലേ? നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇപ്പൊക്ക് തോന്നുന്നു ഇത്തിരി ഈസിയാണ്. എന്തായാലും റെക്ടാംഗിൾ മാത്തിന്റെ അത്ര ഈസി അല്ല കേട്ടാ. അതായിരുന്നു ചാപ്റ്റർ. എന്തൊരു പറഞ്ഞു. ഏരിയ കാണുക, പെരിമീറ്റർ കാണുക, പരിപാടി അവസാനിപ്പിക്കുക. എന്തോ എന്തിനാണത്? അതിനേക്കാൾ എളുപ്പല്ലേ 2 2 2 3. അതാ ഞാൻ പറഞ്ഞത്. 5-നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണോ 2-നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഈസി? 2 അല്ലേ? 2 3 ഒക്കെ അല്ലേ? അതുകൊണ്ടാണ് കേട്ടോ അത് എടുത്തത്. കാശിന പോയ അയന എന്തേ? പിന്നെന്താ സംശയം? 5 × 5 × 5 × 24 ചെയ്ത് നോക്കിയേ. 24 × 5 എത്രയാ? 120. 120 × 5 എത്രയാ? 120 × 5 600. 600 × 5 എത്രയാ? 3000. കിട്ടിയില്ലേ? എങ്ങനെ ചെയ്താലും ഉത്തരം കിട്ടൂട്ടാ. ഓക്കെ, ദെൻ നമ്മളിനി കോമൺ ഫാക്ടേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇനി കോമൺ ഫാക്ടറുകളാണ്. 2 സംഖ്യയില് ഒരേപോലത്തെ ഉണ്ടാവോ? 2 സംഖ്യ തന്നു, നോക്കിയേ. കോമൺ ഫാക്ടർ എന്ന് ഹെഡിങ് കൊടുത്ത എല്ലാവരും കോമൺ ഫാക്ടേഴ്സ്. കോമൺ ഫാക്ടർ ഈ 2 2 3 3 എന്നൊക്കെ ഉള്ളത് എന്താണ്? ഇവരുടെ ഫാക്ടർ അല്ലേ? ഇപ്പൊ നേരത്തെ കണ്ട 24-ന്റെ ഫാക്ടറുകളാണ് 2 × 2 × 2 × 3 അല്ലെങ്കിൽ 2 × 3 × 3 എന്നൊക്കെ പറയണത്. ഈ 2 3 എന്നൊക്കെ പറയുന്നത് ആരുടെ ഫാക്ടറുകളാണ്? ഇവരുടെ ഫാക്ടറുകളാണ്. അടുത്തത് പഠിക്കാൻ പോകുന്നത് കോമൺ ഫാക്ടർ. ഈ 2 സംഖ്യയിലും ഒരേപോലെയുള്ള ഫാക്ടറുകൾ. ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ കോഷ്യൻസ്. 600/150 കണ്ടുപിടിക്കാനാണ്. പക്ഷേ കോമൺ ഫാക്ടേഴ്സിനെ റിമൂവ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ 600/150 എന്ന് ചെയ്യുമ്പോ 600-ന്റെ കോമൺ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. 600-ന്റെ ഫാക്ടറും കണ്ടുപിടിക്കണം. 150-ന്റെ ഫാക്ടറും കണ്ടുപിടിക്കണം. വേണ്ടേ? അപ്പൊ 600-ന്റെ ഫാക്ടർ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ആദ്യം ചെയ്യേണ്ടത് 2. 600-ൽ എത്ര 2 ഉണ്ട്? 300. 600/2 300. 300/2 150. 150/2 75. 75 3-ല് പോവില്ലേ? 3-ല് പോവും. എത്ര വട്ടം പോവും 3-ല്? 25 വട്ടം പോവും. പിന്നെയുള്ളത് ആരാ? 25 5 വട്ടമാണ് പോവുക. ചെയ്തേ വേഗം ചെയ്തേ. കോമൺ ഫാക്ടർ കണ്ടുപിടിച്ച 600-ന്റെ നിങ്ങൾ സ്വന്തം, ഞാൻ ചെയ്തത് നോക്കി എഴുതണ്ട, നിങ്ങൾ സ്വന്തം ചെയ്താൽ മതി. 2 തുടങ്ങുക, പിന്നെ വലിപ്പത്തിലേക്ക് കടന്നാൽ മതി കേട്ടാ. ഒറ്റയടിക്ക് അങ്ങോട്ട് 5-ല് തുടങ്ങണ്ട, പതുക്കെ ചെയ്താൽ മതി. അഖിലേഷേ എന്താടാ? എന്താടാ?
ഒന്നുകൂടി പറയോ, കേട്ടില്ലേ ഞാൻ. എനിക്ക് നീ പറയുന്നത് കേൾക്കാതെ ഒന്ന് കമന്റ് ചെയ്യോ? ഒരു റേഞ്ച് ഇഷ്യൂ ഉണ്ട്. ഒന്ന് കമന്റ് ചെയ്യട്ടെ കൂട്ടാ അഖിലേഷേ. നിഹാലെ എഴുതിയെടുത്തേ. കിട്ടിയില്ലേ ഫാക്ടർ? ചെയ്താ നിങ്ങക്ക് കിട്ടിയാ? ഇത് തന്നെയല്ലേ കിട്ടിയത്? അപ്പൊ 600ന്റെ കണ്ടുപിടിച്ചു. എങ്ങനെയൊക്കെയാ 600ന്റെ എങ്ങനെയാ ചെയ്യാ നമ്മള്? 600നെ ഇപ്പൊ നമ്മള് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5 ഇങ്ങനെ കിട്ടിയില്ലേ? കിട്ടി. ഇനി അടുത്തതാരാ? 150. 150നെ ഫാക്ടർ ആക്കിക്കോ. ആദ്യം 2 മുതൽ തുടങ്ങാം. 75 കിട്ടി. 150/2 എത്രയാണ്? 75 ആണ്. ഇനി 75നെ നമ്മള് 3 എടുത്തു. എത്ര വട്ടം പോയി? 25 വട്ടം പോയി. 25നെ 5ലേക്ക് എടുത്തു. 5 വട്ടം പോയി. ഓക്കെ. അപ്പൊ ആരൊക്കെ വന്നു? 2, 3, 5, 5. 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5. ഇനി എത്ര കോഷ്യന്റ് കിട്ടിയേ? ഇങ്ങനെയല്ലേ? 150നെയാണ് ഇപ്പൊ നമ്മള് ഇങ്ങനെ എഴുതിയത്. എത്ര കിട്ടിയ ആൻസർ? ഈ 2 വെട്ടിക്കളഞ്ഞു, ഈ 3 വെട്ടിക്കളഞ്ഞു, ഈ 5 വെട്ടിക്കളഞ്ഞു, ഈ 5ഉം വെട്ടിക്കളഞ്ഞു. ബാക്കി ആരൊക്കെ ഉണ്ട്? 2 ഇൻറ്റു 2 മാത്രമേ ഉള്ളൂ ബാക്കി. 2 ഇൻറ്റു 2 എത്രയാ? 2 ഇൻറ്റു 2 എത്രയാ? 4. കണ്ട കണ്ട എങ്ങനെയായിട്ടീന്ന് കണ്ട? സെറ്റല്ലേ? സെറ്റല്ലേ? ഇനി നിങ്ങളായിട്ട് ഒന്ന് ചെയ്യേ. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാൽ മതി. നിങ്ങൾ സ്വന്തം ഇരുന്ന് ഫാക്ടർ ആയിട്ട് കണ്ടുപിടിക്ക്. 150നെ 2 കൊണ്ടൊക്കെ ഹരിച്ച് നോക്ക്. ഞാൻ എഴുതിയ പോലെ 75 നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടില്ല. നിങ്ങൾ 150നെ 2 കൊണ്ട് ഹരിക്ക്. എന്നിട്ട് നിങ്ങൾ 75 കണ്ടുപിടിക്ക്. 75 എന്നിട്ട് 3 കൊണ്ട് ഹരിക്ക്. 3ൽ ഉണ്ടോന്ന് നോക്കിയിട്ട്. 3ൽ 75 ഉണ്ടെന്ന് സ്വപ്നത്തിൽ വിചാരിക്കില്ലേ? പക്ഷെ വന്നത് കണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി 5 കൊണ്ടുപോയി എഴുതും. അങ്ങനെ നിങ്ങൾ എഴുതണ്ട. ഓക്കെ. കിട്ടിയാ? അടുത്തത് നോക്കിയത് വെച്ചാ 900/150. ഇതും കിട്ടിയിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടാ. ഇത് ഞാൻ ചെയ്യാൻ പോവാണ്. ഇത് കിട്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്റെ അടുത്ത് ചോദിക്കാം. അപ്പൊ ആദ്യം 900നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ് കേട്ടാ. ആദ്യം ഞാൻ 2 എടുക്കുക. 900ന്റെ പകുതി എത്രയാണ്? 900ന്റെ പകുതി കണ്ടുപിടിച്ചോ. 900ന്റെ പകുതി 900 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോ 450 അല്ലെ? വെരി ഗുഡ്, വെരി ഗുഡ്. 450. 450ന്റെ പകുതി എത്രയാ? 450ന്റെ പകുതി 225. ഇനി 225 3ൽ പോവോ? നോക്കിയേ, ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 1 3 3 അല്ല, 26 3 9 4 18 7 3 21 22 21 പോയി കഴിഞ്ഞാൽ 1 5 ഇറക്കിയിട്ടു. 5 വട്ടം പോവും. 5 വട്ടം പോവും. 75 വട്ടം. 75 3ല് എത്ര വട്ടം പോവും? നമുക്ക് നേരത്തെ കിട്ടിയതാണ്. 25 വട്ടം. 25 5ല് 5 വട്ടം. കിട്ടിയാ നിങ്ങൾക്ക്? ഇങ്ങനെ കിട്ടിയാ? വേഗം ചെയ്തോ. ചെയ്താലേ കിട്ടുള്ളൂ. ചെയ്താലേ കിട്ടുള്ളൂ. ചെയ്താലേ കിട്ടുള്ളൂ. ചെയ്തോ. ചെയ്താലേ കിട്ടുള്ളൂ. ചെയ്തോട്ടാ. ഈ സ്റ്റെപ്പ് ഇതുപോലെ തന്നെ വന്നില്ലേന്ന് നോക്കണം. എന്നിട്ട് ചെയ്താലേ കിട്ടുള്ളൂ. സയോണ ചെയ്യേ 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 ചെയ്യേ. ഇതാരീ ചെയ്യാണ്ടിരിക്കണ ആള്? മിഥുനെ ചെയ്താ? കിട്ടിയാ? റഫ ചെയ്താ? ചെയ്യേ.
900 കഴിഞ്ഞാൽ 150 എടുത്തോ. 150 എങ്ങനെയാ? ആദ്യം 2 എടുത്തു. 150ന്റെ പകുതി എത്രയാടാ? 150ന്റെ പകുതി 90. 90ന്റെ പകുതി എത്രയാ? 90ന്റെ പകുതി 45. 45 3-ൽ എത്ര വട്ടം പോവും? 5 വട്ടം പോവും. അല്ല 5 അല്ല, 15 വട്ടം പോവും. 15 3-ൽ എത്ര വട്ടം പോവും? 5 വട്ടം പോവും. 5 വട്ടം പോവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതിക്കൂടെ? 900 എന്ന് പറഞ്ഞപ്പോ എന്തായി? 2 × 2 × 3 × 3 × 5 × 5. ഇതാണ് 900. 150 എന്ന് പറയുന്നത് ഇപ്പൊ എത്രയാ? 2 × 2 × 3 × 3 × 5. ഇനി വെട്ടാം നമുക്ക്. മുകളിലത്തെ താഴത്തെ ഒരേപോലെയുള്ളതൊക്കെ വെട്ടിക്കളയാം. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. ബാക്കി പാരല്ലോ, ഒരു 5 മാത്രം ഉണ്ട്. ആൻസർ എത്രയാണ്? 5 ആണ്. ആൻസർ 5 ആണ്. ക്ലാസ് ടൈം അവിടെ വെക്കട്ടടാ. നീ ആദ്യം ക്ലാസ് ശ്രദ്ധിക്കേ. ചെയ്തേ, എല്ലാരും ചെയ്തേ. സാരംഗേ ചെയ്താ? കിട്ടിയാ? നിനക്ക് എന്താ ഒരു ഉറപ്പില്ലാത്ത? നീ അല്ലേ ചെയ്യണ ആള്? അമ്മയാണ് ചെയ്ത് കടുക്കണേന്ന് തോന്നുന്നുണ്ട് ട്ടാ. എന്തായാലും അമ്മയ്ക്ക് പരീക്ഷ ഒന്നും എഴുതി തരാൻ പറ്റില്ലല്ലോ. ആ കാര്യത്തിലേക്ക് സമാധാനം. നീ തന്നെ ചെയ്യണ്ടേ. ആ, എന്താണ് അനന്തമിത്രേ? ഏത്? ഒന്നും 900 എന്ന് പറയുമ്പോ നമ്മൾ വലുത് വിചാരിച്ചിട്ട് കാര്യമില്ല. ചെറുതാക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 900 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടി? ദേ 900 എങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാ? 1 2 2, ഈ 2 4, 3 2 6, 4 2 8. അപ്പൊ 9 8 പോയി കഴിഞ്ഞാൽ 1. 10 ഇറക്കിയിട്ടു. 10-ൽ എത്ര വട്ടം പോവും? 1 2 2, ഈ 2 4, 3 2 6, 4 2 8, ഈ 2 10. 10. അപ്പൊ 0 0 ആയി. ഒരു 0 ഇറക്കിയിട്ടു. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ആ 0 കയറ്റിയിടണം. 450 കിട്ടിയില്ലേ? 450 2 കൊണ്ട് ഡിവൈഡ്. 450 പിന്നെ ഡിവൈഡ് ചെയ്യണ ഇതേപോലെ ചെയ്ത പോലെ. സമയം എടുക്കും, പെട്ടെന്ന് കിട്ടില്ല. സമയം എടുത്ത് ഡിവൈഡ് ചെയ്യണം. എന്തായി മാർക്ക് അനന്തമിത്രേ? എങ്ങനെയുണ്ട്? അതെന്ത് പറ്റി? എന്നിട്ട് എന്താ ഉണ്ടായെന്ന് കേട്ട് മനസ്സിലായില്ല എനിക്ക്. 14 മാർക്കാണുള്ളത്. 14 മാർക്ക് എന്ന് പറയുമ്പോ മോശമെന്ന് ഞാൻ പറയണില്ല, എന്നാലും ശരി. ആ, അവിടെ ഉണ്ട്. അതാണ് പറഞ്ഞതില്ല, ഉത്തരങ്ങളൊക്കെ അപ്പുറത്തുണ്ട്, അതെടുത്ത് ഇങ്ങോട്ട് എഴുതി വെച്ചിട്ടില്ല. ശരിയാ. അപ്പൊ പഠിപ്പിച്ചത് മനസ്സിലാവും ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചതും കറക്റ്റ് ആണ്. ഭാഗ്യം. അതെ, എല്ലാരും കേൾക്കാൻ വേണ്ടിട്ട് പറയട്ടെ ഞാൻ. നിങ്ങൾ വിചാരിക്കും നിങ്ങളെ ഡി കിട്ടിയ പാസ്സാവും, ഇ കിട്ടിയ പാസ്സാവും. അങ്ങനെ ഒരു പാസ്സാവലും ഇല്ല. ബി ഗ്രേഡ് എങ്കിലും കിട്ടാണ്ട് നിങ്ങളിൽ തീരുമാനിക്കുക അടുത്ത ക്ലാസ്സിലേക്ക് കടത്തി വിടണോ വേണ്ടേന്നുള്ളത്. തോൽപ്പിക്കുന്ന കാലം രണ്ടാമത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിച്ച് പഠിച്ചോട്ടാ. അപ്പൊ അനന്തമിത്രയ്ക്ക് നേരത്തെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? എക്സാം കഴിഞ്ഞ് എല്ലാരും എണീക്കുന്നതിന് മുമ്പ് ആദ്യം എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രോഫി കിട്ടിയ ആ ട്രോഫി എനിക്ക് ഒന്ന് കാണിച്ചെന്നേ. ഫസ്റ്റ് എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയതിന്റെ ആ ട്രോഫി ഒന്ന് കാണിച്ചെന്നേ, കാണട്ടെ ഞാൻ. ഇല്ലേ? ട്രോഫി ഇല്ലേ?
അതെന്തേ? അതുകൊണ്ടല്ലേ വേഗം കഴിഞ്ഞുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഇല്ല അല്ലേ? അങ്ങനെ ഒരു ആചാരം ഇല്ല അല്ലേ? അത് മോശമായിട്ടാ. അത് അനന്തമിത്രയുടെ അമ്മ ചെയ്തത് ഭയങ്കര മോശമായി. കുട്ടി വേഗം എക്സാം ഒക്കെ എഴുതി ബ്രാക്കറ്റിലൊക്കെ ഇട്ട് മറ്റേ മാർജിനിലൊക്കെ ഇട്ടിട്ട് വന്നതല്ലേ. ഒരു ട്രോഫി മിനിമം കൊടുക്കണ്ടേ? മിനിമം ഒരു ഡയറി മിൽക്കെങ്കിലും. അത് മോശമായി പോയി. ഈശ്വരാ, നിങ്ങളെ വേണം ആദ്യം അടിക്കാൻ. ഇങ്ങനെ സൈക്കിളൊക്കെ മേടിച്ചു കൊടുക്കും പിള്ളേർക്ക്. സമ്മതിക്കില്ല ഞാൻ. എനിക്കൊന്നും ആരും മേടിച്ചൊന്നുമില്ല, അതുകൊണ്ട് ആർക്കും കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. എന്നിട്ടൊരു സൈക്കിള് പോയിട്ടാണ് ഈ ഇരിക്കണതിൽ അനന്തമിത്രേ. കഷ്ടം തന്നെ അനന്തമിത്രയുടെ കാര്യം. അനന്തമിത്രയെ ഓർത്ത് ഞാനിവിടെ വിലപിക്കാം കേട്ടോ. വിലാപഗാനം ആലപിക്കാം ഞാൻ. അടുത്തത് 225 ഡിവൈഡഡ് ബൈ 75. നോക്കിയാ മക്കളെ, 225 ഡിവൈഡഡ് ബൈ 75. നിങ്ങൾ വലിയ വലിയ സംഖ്യ കാണുമ്പോഴേക്കും തലകറങ്ങി വീഴല്ലേ. ചെയ്തു നോക്ക്. 225 നമ്മൾ നേരത്തെ ചെയ്തതാണല്ലോ, 3 വെച്ചിട്ട് ചെയ്തതല്ലേ. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടിയത്? 75 കിട്ടിയത് നേരത്തെ. 225 75 കിട്ടിയത്. 75 3-ൽ എത്ര വട്ടം പോവും? 25 വട്ടം പോവും. 25 5-ൽ എത്ര വട്ടം പോവും? 5 വട്ടം പോവും. 5 വട്ടം പോവും. ഇത് നിങ്ങൾ ചെയ്യേ. നിങ്ങൾ അവിടെ ഇരുന്നോണ്ട് കാര്യമില്ല, ചെയ്യേ. 225 ഡിവൈഡ് ബൈ 3 നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് 75 കിട്ടുള്ളൂ. സക്സസ്ഫുള്ളി 11ാമത്തെ ചാപ്റ്ററിലേക്ക് എത്തിച്ചു ഞാൻ. നിങ്ങളുടെ ജനിക്കാതെ പോയ മാത്സ് സാർ ഇത് കൂടെ പാസ് ചെയ്ത് പോയിട്ടോ. അടുത്തത് 75-നെ എനിക്ക് എങ്ങനെയാ അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക മക്കളെ? 75-നെ എങ്ങനെ എനിക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുക? 3-ൽ എത്ര വട്ടം പോയി? 25 വട്ടം പോയി. 25-ല് 3-ല് എത്ര വട്ടം പോയി? 5-ൽ എത്ര വട്ടം പോയി? 5 വട്ടം പോയി. അപ്പോ 225-നെ എനിക്ക് എങ്ങനെ എഴുതാം? 3 × 3 × 5 × 5. 75-നെ എങ്ങനെ എഴുതാം? 3 × 5 × 5. ഓക്കെ. നീ ഉള്ളതില്ലാത്തൊക്കെ വെട്ടിക്കളഞ്ഞോ? ഒരേപോലെയുള്ളത് വെട്ടിക്കളഞ്ഞോ? 3 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. 5 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. 5 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ആൻസർ എത്രയാ? ആൻസർ എത്രയാ മക്കളെ? 3. കണ്ടാ ഈ ചോദ്യം എക്സാമിന് എന്തായാലും വരും കേട്ടോ. ഇങ്ങനത്തെ ചോദ്യം എന്തായാലും എക്സാമിന് വരും. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം നിർബന്ധമായി. ജോന, വെരി ഗുഡ്. അടുത്തതെന്ന് വെച്ചാൽ ഹോംവർക്ക്. ഡിങ്ക അങ്ങനെ നിങ്ങൾ സൂചിക്കാൻ ഞാൻ സമ്മതിക്കുവോ? നാളെ ഒരു ഞായറാഴ്ച കിട്ടിയിട്ട് വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കുവോ? ശിവാനി, പുതിയ കുട്ടിയായിട്ട് ക്യാമറ ഓഫ് ചെയ്തിരിക്കണോ? 420/105 ഹോംവർക്ക് എഴുതിയെടുത്തോ. 420/105 ഹോംവർക്ക് ആണ്. എഴുതിയെടുത്തോ. ഹോംവർക്ക് ആണ്. എന്താണ് എന്റെ സയോണ? സാരംഗ എന്നുവെച്ചാ 225-നെ നീ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് റിമൈൻഡർ കിട്ടില്ലടാ. 2 × 100 200 ആയി കഴിഞ്ഞാൽ ബാക്കി 25-ന് നീ വല്ല എന്ത് ചെയ്യും? എവിടെ കൊണ്ട് കളയാനാ? കറക്റ്റ് മൾട്ടിപ്പിൾ തന്നെ എടുക്കണം, ഫാക്ടറുകൾ തന്നെ എടുക്കണം കേട്ടാ. 2 3 പോരാവനെ. അത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അത്ര. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ചെറുതിലേക്ക് തിരിച്ചു വരൂ നിങ്ങൾ. വലുതുകൾ അവിടെ ഇരിക്കട്ടെ. അത് വലിയ ക്ലാസ്സിൽ പഠിച്ചൂടെ? ഹോംവർക്ക് എഴുതിയിരുത്താ? ഇതേ നോക്കിയേ. 60 സ്വീറ്റ്സ് ആർ ടു ബി സ്പ്ലിറ്റ് ഈക്വലി എമംഗ് ഇൻടു 12 പാക്കറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു പാക്കറ്റില് എത്ര സ്വീറ്റ്സ് ഉണ്ടാവും? ഇത് നിങ്ങൾ ഡിവിഷനിൽ പഠിച്ചതാണ് അല്ലെ. വെരി സിമ്പിൾ ആയിട്ട് 60/12 ചെയ്താൽ മതി, 5 കിട്ടും നിങ്ങക്ക്. പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനെ ചെയ്യരുത്. ഇത് വലിയ മെത്തേഡാണ്. അപ്പൊ നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. നമുക്ക് 12 പാക്കറ്റ് ആണുള്ളത് അല്ലെ. മൊത്തം നമ്മുടെ കയ്യില് 12 പാക്കറ്റ് ആണുള്ളത്. ടിനേസ് സാർ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു നമ്മുടെ ജെറില്. ടിനേസ് സാർ വന്നിട്ടുണ്ട് കേട്ടാ. ഒരു ഹായ് കൊടുത്തേ നമ്മുടെ ജെറിലിന്. ജെറില് ഒരു ഹായ് കൊടുക്ക് നിങ്ങൾ. ഹായ് പറയൂ. ജെറിൽ ഇവിടെ ഇല്ല. ജെറിലുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു.
പുള്ളിക്കാരൻ. ടിനേസ് സാർ ഉണ്ടോ? ആ ജെറിൽ മാത്രമാണ് ടിനേസ് സാറിനെ അന്വേഷിക്കണല്ലോ കേട്ടാ. ബാക്കി ആർക്കും ടിനേസ് സാറിനെ വേണ്ട. ഓക്കെ, ഈ 12 പാക്കറ്റിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? 4 പാക്കറ്റ് ഉള്ള 3 ഗ്രൂപ്പ് ആക്കാൻ പോവാണ്. മൊത്തം 12 പാക്കറ്റ് ആണുള്ളത്. 8, 9, 10, 11, 12. ഈ 12 പാക്കറ്റിലേക്കാണ് ഈ 60 സ്വീറ്റ് നിറയ്ക്കേണ്ടത്. അപ്പൊ ഞാൻ ഇതിനെ എന്ത് ചെയ്തു? 12നെ 4 പാക്കറ്റ് ഉള്ള 3 ഗ്രൂപ്പ് ആക്കി സ്പ്ലിറ്റ് ചെയ്തു. 4 പാക്കറ്റ് ഉള്ള 3 ഗ്രൂപ്പ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എനിക്കാണ് ചെയ്തൂടെ? ഇതെന്റെ അമ്മായിന്റെ ഉടക്കി കൊടുക്കാൻ, ഇതെന്റെ മാമന്റെ ഉടക്കി കൊടുക്കാൻ, ഇതെന്റെ വീട്ടിലേക്ക്. നമ്മൾ അങ്ങനെയല്ലേ ഒരു ശബരിമല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടിയില്ലേ? നമ്മളിങ്ങനെ ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വീതിക്കില്ലേ? അതേപോലെ തന്നെ ശബരിമല ഞാൻ പറഞ്ഞത് എന്റെ ഇതിലായതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം. വേളാങ്കണ്ണി മാതാവ് എന്നാ എന്ത് വേണമെങ്കിലും വിചാരിക്കാം. ദുബായിൽ നിന്ന് വന്നു എന്ത് വേണമെങ്കിലും വിചാരിക്കാം. ഓക്കെ, അപ്പൊ 12 പാക്കറ്റിന് ഞാനിപ്പോ എന്താക്കി മാറ്റി? 3x4 ആക്കി മാറ്റിയില്ലേ? 3 പാക്കറ്റ് 4 പാക്കറ്റുള്ള 3 ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ എത്ര എണ്ണം കൊടുക്കണം? അപ്പൊ 60നെ ഇപ്പൊ എത്ര എണ്ണാക്കി ഞാൻ? 60നെ 3 ഗ്രൂപ്പിലേക്ക് കൊടുക്കണം ആദ്യം. അപ്പൊ ഒരു ഗ്രൂപ്പിന് എത്ര കിട്ടും? 60നെ 3 ഗ്രൂപ്പിലേക്ക് ആക്കുമ്പോ ഒരു ഗ്രൂപ്പിൽ എത്ര കിട്ടും? 20 മിഠായി ഇവിടെ, 20 മിഠായി ഇവിടെ, 20 മിഠായി ഇവിടെ. കിട്ടിയില്ലേ? ഇനി ഇവിടെ 20 മിഠായി ഉണ്ട്. ഇവിടെ എത്ര പാക്കറ്റ് ഉണ്ട്? 4 പാക്കറ്റ് ഉണ്ട്. ഈ 20 മിഠായി എങ്ങനെ 4 പാക്കറ്റിലേക്ക് വെച്ചു കൊടുക്കുക? 20/4 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 5 കിട്ടും. അപ്പൊ ഒരു പാക്കറ്റിൽ എത്ര മിഠായി ഉണ്ടാവും? 5 മിഠായി ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് 60/12 ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടില്ലേ? 60/12 5 എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ നമ്മുടെ കണക്ക് സിലബസ് ഇട്ട് അവർക്ക് അറിയോ? അവർക്കും അറിയാം. പക്ഷെ അവര് വിചാരിക്കണം നിങ്ങൾ വളഞ്ഞ വഴി ചെയ്ത് പഠിച്ചാൽ മതി, നേരെ ഒന്നും നിങ്ങൾ അത് കണ്ടുപിടിക്കണ്ട, നിങ്ങൾ ഇങ്ങനെ വളഞ്ഞ വഴിക്കൊക്കെ കണ്ടുപിടിക്കുക. 12 പാക്കറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട് ഞാൻ. അപ്പൊ അവരെന്ത് ചെയ്തു? 12 പാക്കറ്റിന് 3x4 ആക്കി, 3x4 പാക്കറ്റ് ആക്കി മാറ്റി. എന്നിട്ട് ആ ഓരോ ഗ്രൂപ്പിന് വീതം കൊണ്ടുകൊടുത്തു. എന്നിട്ട് അതിന് വീതിച്ചു കൊടുത്തു. ഓക്കെ, ക്ലിയർ? സെറ്റ് അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിന്റെ ഉത്തരം മനസ്സിലാവും നിങ്ങൾക്ക്. ട്രൈ ദീസ് പ്രോബ്ലംസ്. വേറെ പ്രോബ്ലം ഒന്നും ഇല്ല. 90/15. ഇതിനെനിക്ക് എന്ത് ചെയ്യാം? 15നെ എനിക്ക് എന്താക്കാൻ പറ്റും? 15നെ ഞാൻ എന്ത് ചെയ്തു? 15നെ ഞാൻ എന്ത് ചെയ്തു? 3x5 ആക്കി. അപ്പൊ ഇപ്പൊ എന്തായി? 90/3x5 ഇങ്ങനെയാക്കി. അപ്പൊ ആദ്യം ഞാൻ 90/3 ചെയ്യണം, വേണ്ടേ? 90/3 ചെയ്യണം. അപ്പൊ എത്ര കിട്ടി? 30 കിട്ടി. പിന്നെ 30/5 ചെയ്യണം. അപ്പൊ എനിക്ക് എത്ര കിട്ടി? 6 കിട്ടി. വെരി സിമ്പിൾ. ഒരു സാധനത്തിനെ 2 എണ്ണം ആക്കുക, എന്നിട്ട് ആ 2നെ കൊണ്ടും ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് നോക്കിയേ, 900/18. ചെയ്യട്ടെ, എന്റെ കൂടെ ചെയ്യട്ടാ. ഇപ്പൊ 900, 18നെ എനിക്ക് എന്താക്കി എഴുതാം? 9x2 അല്ലേ 18. 9x2 അല്ലേ 18. 900/9 എത്രയാ? 900/9 100. 100/2 എത്രയാ? 50. കിട്ടിയത് കണ്ടാ? വേഗം കിട്ടിയത് കണ്ടാ? അടുത്തത് 160/32. 32ന് എനിക്ക് എന്ത് എഴുതാം? 16x2 ആണ് 32. അപ്പൊ 160/16x2 എന്ന് ചെയ്തു ഞാൻ. 160/16x2. 160/16 എത്രയാ? 16ഉം 16ഉം ആണല്ലേ. അപ്പൊ 10 കിട്ടി. 10/2 എത്രയാ? 10/2 എത്രയാ? 5. ഓ, ഞാൻ എന്താ പെട്ടെന്ന് സ്റ്റക്കായേ? എനിക്ക് പെട്ടെന്ന് എനിക്ക് വിഭ്രാന്തി ഇളകി, സ്റ്റക്കായി ഞാൻ. 5 കിട്ടിയാ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അടുത്തത് ചെയ്തേ 168/24 ചെയ്തേ.
24 എനിക്ക് എന്താക്കാം? 2 ആക്കിയാൽ മതി. ഇനി നിങ്ങൾ നീട്ടി പരത്തൊന്നും വേണ്ട. 8 × 3 24 അല്ലേ? 8 × 3 8ന്റെ മൾട്ടിപ്ലിക്കേഷനിലില്ലേ മൂന്നാമത്, അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ 8ആമത് കിടക്കണില്ലേ? ഉണ്ട്. അപ്പൊ 168/8 × 3 168/8 വളരെ ഈസി ആയിട്ട് കിട്ടും നിങ്ങൾക്ക്. കാരണം എന്താണെന്നറിയോ? 8 16 8 8 വെരി സിമ്പിൾ ആയിട്ട് കിട്ടി. അപ്പൊ 21. പിന്നെ ആരും കൂടി ഉണ്ട്? ബൈ 3. 21/3 എത്രയാ? 21/3 7. വെരി സിമ്പിൾ, വെരി വെരി സിമ്പിൾ അല്ലേ സംസ്കൃതി? സിമ്പിൾ അല്ലേ? ആ, അല്ലെങ്കിലും അങ്ങനെ പറഞ്ഞു. സിമ്പിൾ അല്ലേ? ആ യെസ് സാർ പേടിച്ചിട്ടാണ്. ബെൻസേ ചെയ്ത് കഴിഞ്ഞാ? ജോർജ് സാറാടാ ചെയ്യടാ. ബെൻസ് ഇവിടെ ഉള്ളത് എനിക്കൊരു ആശ്വാസാട്ടാ. ഞാൻ ചില നേരത്തെ എനിക്ക് തന്നെ തോന്നും ഞാൻ ജോർജ് സാറാണ് നിന്നെ വിളിക്കുമ്പോ. 210/42. 210/42 എങ്ങനെ ചെയ്യാ? 42 നമുക്ക് 21 × 2 എന്ന് എഴുതാം. 41നെ 21 × 2 എന്ന് ചെയ്യാം. അപ്പൊ എങ്ങനെ ചെയ്യാം നമുക്ക്? 210/21 എത്രയാ? വെറും 10 /2 എത്രയാണ്? 5. സിമ്പിൾ അല്ലേ? ഈസി അല്ലേ? എളുപ്പല്ലേ? ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. ചാപ്റ്റർ അവസാനിച്ചു. പതാപ്പുണ്ടായത്. ഇനി നമുക്ക് ഒരു ചാപ്റ്ററും കൂടി ഉള്ളു 5ാം ക്ലാസ്സില്. ചാപ്റ്റർ കഴിഞ്ഞു. ഇന്നൊരു ഹോംവർക്കാ ഞാൻ തന്നിട്ടുള്ള കേട്ടാ. ഒറ്റൊരെണ്ണം. അത് നിങ്ങൾക്ക് നാളെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തലമണ്ട ഞാൻ തല്ലിപ്പൊളിപ്പിന്നെ. വെരി സിമ്പിൾ. തലമണ്ട ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് ടൂർ പോകും ഞാൻ. എങ്ങനെ ഞാൻ പറഞ്ഞേക്കണേ? തേക്കാത്തൊരു ചുമരുണ്ട്. ആ തേക്കാത്ത ചുമരിന്റെ അടുത്തേക്ക് എല്ലാവരെയും കൊണ്ടൊരു ടൂറ്. എന്നിട്ട് ആ ചുമരും വിട്ട് ഞാൻ ഇങ്ങനെ തേക്കും. നല്ല സുഖമായിട്ടപ്പ തേയാം. ഓക്കെ, എക്സാം വന്നോ നോക്കി എല്ലാരും പോയിട്ട്. ചാപ്റ്റർ എക്സാം വന്നോന്ന്. നിക്ക് പോവാൻ വരട്ടെ. അതിന് മുമ്പ് ഒരു പരിപാടി ഉണ്ട്, ഒരു കലാപരിപാടി ഉണ്ടല്ലോ നമുക്ക്. എന്താണ് ആ പരിപാടി? ഇന്നെന്താണ്? അന്ന് പരിപാടി ഇല്ലേ? 1 മിനിറ്റ് കേട്ടാ, 5 മിനിറ്റ് നിങ്ങൾ ക്ഷമി. ഒരു കാര്യം നോക്കാനാണ്. ഹിബ മറിയം, ദുവാ മഹ്വീൻ, ആദിദേവ്, എഡ്ന ക്ലാര ജോസഫ്, ഫാത്തിമ ഷഹന, സൽമ ഷാഫി, അനയ അൽഫോൺസ ബിൻസ്, അനന്തമിത്ര, നവീൻ ദേവ്, നിഹാല്, എയിൻ, അസ്നിൻ. ഇത്രയും പേര് നോട്ട് കാണിച്ചു തരണം കേട്ടാ. എല്ലാരും എക്സാം എഴുതിക്കോ. നോട്ട് ഞാൻ ഇതിന്റെ ഇടയിൽ ഞാൻ ചെക്ക് ചെയ്യും. ഹിബ, ദുവ, ആദിദേവ്, എഡ്ന, ഫാത്തിമ ഷഹന, സൽമ, അനയ, അനന്തമിത്ര, നവീൻ ദേവ്, നിഹാല്, എയിൻ മറിയം, അസ്നിൻ ഫർവ. ഇത്രയും പേരാണ് നോട്ട് കാണിച്ചു തരേണ്ടത്. ആർദ്രയ്ക്കും ശിവാനിക്കും പോവാം. ക്ലാസ് കഴിഞ്ഞു. ചാപ്റ്റർ എക്സാം മക്കൾക്ക് ഉണ്ടാവില്ല കേട്ടോ. റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്താലാണ് കുട്ടന്മാർക്ക് ചാപ്റ്റർ എക്സാം ഉണ്ടാവുള്ളൂ. ആർദ്ര ക്ലാസ് ഇഷ്ടായ? നല്ല ക്ലാസ് അല്ലേ? ഞാൻ ഇത്രയും നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു ആർദ്രനെ കേട്ടാ. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിലോ ഇനി ഒരു ചാപ്റ്ററും കൂടി ഉണ്ടാവുള്ളൂ. വളരെ കുറച്ച് സമയം എനിക്ക് ആർദ്രന് കിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഉള്ള സമയം കൊണ്ട് നമുക്ക് നല്ല മനോഹരമാക്കാം. എന്റെ മനോഹര ദിനങ്ങളായിരുന്നു. അപ്പോ എല്ലാരും ചാപ്റ്റർ എക്സാം എഴുതിക്കോ. ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആർദ്രക്ക് ലീവ് ചെയ്യാട്ടോ. ബൈ. യെസ്, നോട്ട് കാണിച്ചു തരാനുള്ളവര് കാണിച്ചു തന്നോട്ടാ. എക്സാം വന്നില്ലേ? അപ്പൊ എക്സാം അറ്റൻഡ് ചെയ്താൽ ഞാൻ അതിന്റെ ഇടയിൽ നിന്ന് ഓരോരുത്തരെ വിളിപ്പിച്ചോണ്ട്. സോ അത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ എല്ലാ ചക്കരകൾക്കും ഞാൻ ലോഗോ ഇടാൻ പോകുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ബൈ ബൈ.